വടക്കുപടിഞ്ഞാറൻ നൈജീരിയയിലെ കഡൂണ സംസ്ഥാനത്ത് ആരാധന നടന്നുകൊണ്ടിരിക്കെ 3 പള്ളികളിൽ തോക്കുധാരികൾ നടത്തിയ മിന്നലാക്രമണത്തിൽ 150-ലധികം വിശ്വാസികളെ തട്ടിക്കൊണ്ടുപോയി. ഞായറാഴ്ച കാജ്രു മേഖലയിലെ കുർമിൻവാലി എന്ന ഗ്രാമത്തിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത്. കാത്തലിക് പള്ളി, ഇവാഞ്ചലിക്കൽ ചർച്ച് വിന്നിങ്ങോൾ, ചെറൂബിം ആൻഡ് സെറാഫിം വിഭാഗത്തിന്റെ പള്ളി എന്നിവിടങ്ങളിലാണ് ഒരേ സമയം ആക്രമണം നടന്നത്. വിശുദ്ധ കുർബാനയും ആരാധനയും നടന്നുകൊണ്ടിരിക്കെയാണ് അക്രമി സംഘം ദേവാലയത്തിലേക്ക് ഇരച്ചു കയറിയത്. പ്രാദേശിക ജനപ്രതിനിധിയായ ഉസ്മാൻ ഡാൻലാമി സ്റ്റിംഗോ നൽകുന്ന വിവരമനുസരിച്ച് ആകെ 177 പേരെയാണ് കാണാതായത്. ഇതിൽ 11 പേർ പിന്നീട് തിരിച്ചെത്തിയെങ്കിലും 168 പേർ ഇപ്പോഴും അക്രമികളുടെ കസ്റ്റഡിയിലാണെന്ന് കരുതപ്പെടുന്നു. നൈജീരിയയിൽ സായുധ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ പതിവാവുകയാണ്. വിദൂര ഗ്രാമങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ കുറവ് അക്രമികൾ മുതലെടുക്കുന്നു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. ക്രൈസ്തവർക്കെതിരെ നൈജീരിയയിൽ വർദ്ധിച്ചുവരുന്ന പീഡനങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ സുരക്ഷാ പ്രതിസന്ധിയെ ക്രൈസ്തവ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കുന്നതിനെ നൈജീരിയൻ സർക്കാർ എതിർത്തു. കഡൂണ സംസ്ഥാനത്തെ പോലീസ് സംഭവത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. തട്ടിക്കൊണ്ടുപോയവരെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.